അപ്പോൾ ഇന്നത്തെ വാട്ട ഈറ്റിനിടെ കാണാം. രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് പിന്നെ ചായയും ബിസ്ക്കറ്റും കഴിച്ച് പിന്നെ ഒരു 10 മണി അങ്ങനെ ആയപ്പോൾ നാസ്ത വെച്ച് നാസ്തക്ക് ഒറോട്ടയും മുട്ടച്ചാറും മീൻ വരട്ടിയനും അതിൻ്റെ കൂടെ ചായനുള്ള. പിന്നെ ഇന്ന് ഉച്ചക്കേക്ക് മന്തിയാണ് ഉണ്ടാക്കിയ. മന്തീൻ്റെ ഒരു ഘട്ടം ഘട്ടമായിട്ട് കാണിക്കുന്നത്. മന്തി റൈസിൽ കുറച്ച് കളർ മിക്സ് ചെയ്യും, ഗ്രീനും യെല്ലോവും റെഡും. ഗ്രീൻ എൻ്റെ കയ്യിൽ നിന്നിട്ടിട്ട് എൻ്റെതായ ഒരു സ്റ്റൈലാക്കുന്നതാണ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വരും. സാധാരണ മഞ്ഞയും റെഡല്ലേ ഇടുള്ളൂ. പിന്നെ മന്തി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ബീഫ് വേവിച്ച കുക്കറിൽ കുറച്ച് റൈസ് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ച് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു 2 മണി അങ്ങനെ ആയപ്പോൾ ശരിക്കും മന്തി കഴിക്കുന്ന. അപ്പം ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ ചട്നിയും ഗ്രീൻ ചട്നിയും ആവശ്യത്തിൽ കൂടുതൽ മയോണൈസും എടുത്തിട്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ച് ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ച്. അപ്പം ഒരു പീസ് ബീഫ് എടുക്കുക, കുറച്ച് മയോണൈസ് എടുക്കുക, കുറച്ച് ടൊമാറ്റോ ചട്നിയും കുറച്ച് ഗ്രീൻ ചട്നി എടുക്കുക, നല്ലോണം അങ്ങോട്ട് കുഴയ്ക്കുക, അങ്ങോട്ട് കഴിക്കുക. എന്താ ടേസ്റ്റ്. അപ്പോൾ ഒരു തുള്ളികളും ബാക്കിയൊക്കെ ഉണ്ട് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിച്ച് ചായക്കായിട്ട് ഇന്ന് നെയ്യപ്പേനുള്ള ഇന്നലത്തെ തന്നെ നെയ്യപ്പം പിന്നെ ചായയും കുടിച്ച്. പിന്നെ രാത്രി ആയപ്പം മന്തി തന്നെയാണ് കഴിച്ചാൽ. പുട്ടുണ്ടേനും പിന്നെ മന്തികളപ്പം പിന്നെ പുട്ട് കഴിക്കില്ലല്ലോ. അപ്പോൾ മന്തിയും ചായയും, ചായ വിട്ടൊരു കളിയില്ല. അപ്പോൾ ഇന്നത്തെ കഴിച്ചുള്ളൂ. ടാറ്റാ.